വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഒരു മായാജാല പ്രകടനത്തോടെയാണ് ഇന്ന് പൊളിമിക്സ് ആരംഭിക്കുന്നത്. അഴിമതിയെ കത്തിച്ചു ചാമ്പലാക്കി ആ ചാമ്പലിൽ നിന്ന് പ്രാവീണ്യം പറത്തുന്ന മഹാമാന്ത്രികൻ ആരാണെന്ന് കണ്ടു നോക്കൂ. ഇനി ഒരു തെരുവ് സർക്കസാണ്. തിരഞ്ഞെടുപ്പും തിരുവഞ്ചൂരും ഇല്ലായിരുന്നെങ്കിൽ പാവം മഹാത്മജി വെറുതെ നിന്ന് വെയിലുകൊള്ളുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. തിരഞ്ഞെടുപ്പുകൾക്ക് നന്ദി, അതാണല്ലോ മൂല്യങ്ങൾ ഓർക്കാനുള്ള ഏക അവസരം. ഗാന്ധിജി രാഷ്ട്രീയത്തിൽ പ്രസക്തനാവുന്നത് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആവശ്യമായി വരുമ്പോഴാണല്ലോ. ഇതിപ്പോൾ അങ്ങനെയൊരു കാലം കൂടിയാണ്. വായിക്കാനിടയായി. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. ഞാൻ അപ്പോഴാണ് ഒന്നോർത്തത്, അഴിമതി കേസുകളിലെ പ്രതികൾ ആരൊക്കെ, UDF-ലെ അഴിമതിക്കാരൊക്കെ. ഒന്ന് ഉമ്മൻചാണ്ടി. കേസ് എത്ര? 31. എന്ത് കേസ്? അഴിമതിയിൽ പിടിക്കപ്പെടേണ്ട കേസ്. രണ്ടാമത്തേതാണ് അടൂർ പ്രകാശ്, 8 കേസ്. മൂന്നാമത് കെ ബാബു, എക്സൈസ് മന്ത്രി ബാബു, 6 കേസ്. KM മാണി, 8 കേസ്. രമേശ് ചെന്നിത്തല, 9 കേസ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 14 കേസ്. അബ്ദുൾ റബ്ബ്, 11 കേസ്. VS ശിവകുമാർ, 10 കേസ്. മഞ്ഞളാംകുഴി അലി, 8 കേസ്. VK ഇബ്രാഹിം കുഞ്ഞ്, 8 കേസ്.
CN ബാലകൃഷ്ണൻ 6 കേസ്, PJ ജോസഫ് 6 കേസ്, MK മുനീർ 3 കേസ്, അനൂപ് ജേക്കബ് 2 കേസ്, കുഞ്ഞാലിക്കുട്ടി 2 കേസ്, കേസി ജോസഫ് 2 കേസ്, ഷിബു ബേബി ജോൺ 1 കേസ്, ആര്യാടൻ മുഹമ്മദ് 1 കേസ്. ഇവിടെ ഇപ്പോൾ സത്യത്തിന് യാതൊരു വിലയുമില്ലാതായിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു മറുവശം. യഥാർത്ഥത്തിൽ അഴിമതിയല്ല, അതിൻ്റെ പേരിലുള്ള ആക്ഷേപമാണ് പെരുകുന്നത്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ കേരളവും തീരടിയ ലേഖനത്തിൽ കേരളത്തിലെ 18 മന്ത്രിമാരുടെ പേരിൽ ഏതാണ്ട് 100-ലധികം കേസുകൾ, അഴിമതി കേസുകൾ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എന്നോട് ഏതായാലും ഒരു പ്രത്യേക താല്പര്യം കാണിച്ചു. അതിനും മുഖ്യ സ്ഥാനം എനിക്ക് തന്നു. 31 കേസുകൾ. ഒരൊറ്റ കേസ് പോലും എന്റെ പേരിൽ ഈ ഒരിടത്തുമില്ല. ഒറ്റ കേസ് പോലുമില്ല. അദ്ദേഹം അത് പിൻവലിച്ച് കേരളം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒത്തിരി സഹിച്ചു, ഒത്തിരി കാര്യങ്ങൾ ക്ഷമിച്ചു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? ഈ പ്രസംഗം വെറുമൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ല കേട്ടോ. ഈ കുറി ശരിക്കും VS കൂട്ടിൽ കയറും. 2 ദിവസത്തിനകം വന്നില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും. അത് പോകേണ്ട സാഹചര്യം എൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല. ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുത്തുമൊക്കെ വളരെയധികം വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അദ്ദേഹം പറയുന്നതിന് പരമാവധി വന്നാൽ നിഷേധിക്കും, മറുപടി കൊടുക്കും മാത്രമാണ്. ഇപ്രാവശ്യം അത് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യം. ഞാൻ മാത്രമല്ല, അത് അഫക്റ്റഡ് പാർട്ടീസ് വേറെ പലരുണ്ട്. അപ്പം എനിക്കപ്പോൾ അത് ചോദ്യം ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് മുങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞതിന് കേസിൽ കുടുങ്ങിയ കൂടുതൽ സത്യവാന്മാരെ കാണാം. തെരഞ്ഞെടുപ്പ് കാലമാണെന്ന് കരുതി എന്തും കേസാക്കാൻ എതിരാളികൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കേസിൽ കുടുങ്ങിയ ഒരു സത്യവാനെ ജയിൽ വേഷത്തിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം മതവിരോധം വളർത്താനിടയാക്കുന്നു എന്നതാണ് പരാതി. അവിടെ ഒരു വിവാദ പ്രസംഗവും ഞാൻ നടത്തിയതായി എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു 45 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിൽ ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്ത് 10-40 സെക്കൻഡ് മാത്രമുള്ളൊരു ഭാഗം അടർത്തിയെടുത്ത് സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആരോ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തു എന്ന വിവരം മാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അവിടെ ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാൻ UDFൻ്റെ ജില്ലയിലെ ഒരു പ്രധാന പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് എന്ന നിലയിൽ പല സംഘടനകളോടും സാംസ്കാരിക രംഗത്തുള്ള പലരോടും UDFന് സഹായം ചെയ്യാനും പിന്തുണ അഭ്യർത്ഥിച്ചുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് എന്നോട് സംസാരിക്കവേ പറഞ്ഞു, എനിക്ക് കോൺഗ്രസിൻ്റെ കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവുമില്ല, കോൺഗ്രസിനോടും താല്പര്യമില്ല. പക്ഷേ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ VKC പരാജയപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. VKC അവിടെ പരാജയപ്പെട്ടാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു മുസ്ലിം മേയറായി അദ്ദേഹം ഉണ്ടാകും. ആദം മുൻഷി ജയിച്ചാൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ MLA ആകും. ഇപ്പോൾ ബീഫിൻ്റെയൊക്കെ രാഷ്ട്രീയ ഉള്ള ഒരു കാലമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് പറഞ്ഞു എന്ന് മാത്രമേ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അബു സാഹിബ് കളവ് പറയില്ല കേട്ടോ. ബോധ്യമില്ലാത്തവർ അതൊന്നുകൂടി കേട്ടു നോക്കൂ. ഞാൻ ഇന്നലെ ഒരു മുസ്ലിം സംഘടനയുടെ വലിയ ഒരു നേതാവിനോട് ഇലക്ഷനിൽ UDFനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഒരു മുസ്ലിം നേതാവുമായി
സംഘടനയുടെ നേതാവിനെ ഞാനിപ്പോൾ പരസ്യമായി വെളിപ്പെടുത്തുന്നില്ല. ഓരോ നിയോജകമണ്ഡല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ബേപ്പൂരിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് മുസ്ലിം മേയറേയും വേണം, മുസ്ലിം MLA ആയി ആദം മുൻഷിയെയും വേണം എന്നാണ് പറഞ്ഞത്. ചിലപ്പോ ഉമ്മർപാണ്ടിക്ക് സാറിന് ശ്രദ്ധയിലത് പെട്ടു കാണില്ല. കാരണം എത്രയോ കാലമായി ഒരു മുസ്ലിം മേയർ ഉണ്ടാകണം എന്ന് കൊതിച്ചവരാണ് ഞങ്ങൾ. മുസ്ലിം മേയറെ അന്നൊക്കെ ബീഫിന്റെ ഒരു രാഷ്ട്രീയമുള്ള സമയമാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി സെലക്ഷൻ. ആ സമയത്ത് മതവികാരം ഇക്കിളിപ്പെടുത്തി ഉണർത്തി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഇതാ PKCയെ ഞങ്ങൾ മേയറായി ഉയർത്തി കാണിച്ച് അങ്ങനെ അദ്ദേഹം മേയറാണ്. അദ്ദേഹം ആ കസേരയിൽ സുഖമായിരിക്കട്ടെ. മേയർ എന്ന കസേരയിൽ അദ്ദേഹത്തിന്റെ ഹണിമൂൺ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം മേയറായിരിക്കട്ടെ, ആദം മുൻഷി നിയമസഭയിൽ എത്തട്ടെ. ഈ വസ്തുതാ വിവരണത്തിൽ വർഗീയത കാണുന്നവർ ആരാണെങ്കിലും ശരി, അവർ KC അബു എന്ന മതേതര മനുഷ്യനെ അറിയാത്തവരാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. ആ കുട്ടികൾക്ക് പേരിട്ട സമയത്ത് പോലും ഞാൻ എൻ്റെ ഒരു മതേതരത്വ നിലപാട് അവിടെ കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂത്ത മകൾക്ക് സബിത, രണ്ടാമത്തെ ശോഭിത, മകന് സന്ദീപ്. അപ്പോൾ അവരുടെ പേര് പോലും ആ രൂപത്തിൽ അത്രയും ആലോചിച്ച് അത്ര പേരിടുന്നു. അതിന് ഞാനൊരു ചെറിയ സ്ഥാപനം ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ആ ഒരു ചെറിയ ടൂറിസ്റ്റ് ഹോമാണ്. അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് അയോധ്യ എന്നാണ്. ഒരുപക്ഷെ ഇന്ത്യയിലൊരു മുസ്ലിമിൻ്റെ ഒരു സ്ഥാപനത്തിന് അയോധ്യ എന്ന പേര് പക്ഷേ എൻ്റെതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മാനദണ്ഡം വെച്ചളന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി മുസ്ലിം ലീഗാണ്. അതിൻ്റെ മുഖപത്രത്തിൻ്റെ പേര് ചന്ദ്രിക എന്നാണല്ലോ. എന്നാൽ അറിഞ്ഞോളുക, അതിനേക്കാളും ഒക്കെ വലുതാണ് അബു സാഹിബിൻ്റെ മതേതരത്വം. ഇപ്പം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഓണാഘോഷത്തിന് മഹാബലി വേഷം ചെയ്തത് ഞാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഇത്തരത്തിലുള്ളൊരു ചിന്ത ഒരു ഇതുവരെയുള്ള എന്നെപ്പറ്റി രാഷ്ട്രീയ രംഗത്തുള്ള ധാരാളം ആളുകൾക്ക് പല ആക്ഷേപങ്ങളുണ്ടാകും, പരാതികളുണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പരാതി ആദ്യത്തെ അതിലെനിക്ക് വലിയ ഖേദമുണ്ട്. ഇത്രമേൽ മതേതരക്കാരായ ഈ കോൺഗ്രസ്സുകാർ നാട് വാഴുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇരിക്കേണ്ടതാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയല്ലേ ഇവർ മദ്രസയിലും മർക്കസുകളിലും കയറിയിറങ്ങുന്നത്. തികച്ച സൗഹൃദ സംഭാഷണമാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വന്നപ്പോൾ ഉസ്താദ് എന്നെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാനിവിടെ വന്നതാണ്. തീർച്ചയായിട്ടും ഒരു സൗഹൃദമായ സംഭാഷണമാണ് നടന്നത്. എന്ന് വെച്ച് ഇതിലൊന്നും ഒട്ടും രാഷ്ട്രീയമില്ലെന്ന് രമേശ് ചെന്നിത്തല പറയില്ല കേട്ടോ. അദ്ദേഹം അത്യാവശ്യത്തിന് സത്യം പറയും. അല്ല, രാഷ്ട്രീയമല്ല, സന്ദർശന സൗഹൃദപരമാണ്. പിന്നെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് സമയമാണ്, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും പൊതുവായ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്തായിട്ടെന്താ, കാന്തപുരം ഉസ്താദിൻ്റെ അരാഷ്ട്രീയ പാർട്ടി എന്തോ ഒന്ന് ഉറപ്പിച്ച മട്ടാണ്. അവർ ഈ നേരമില്ലാത്ത നേരത്ത് പ്രത്യക്ഷമായി പ്രക്ഷോഭം തുടങ്ങി. നിരന്തരമായി ഞങ്ങൾക്കെതിരിൽ ഇവർ അനീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അനീതി എന്ന് ചോദിച്ചാൽ, ഒന്നൊരു ഇലക്ഷൻ നടന്ന് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് കണ്ടാൽ അവരുടനെ തന്നെ അവിടെ റിസീവറെ വെക്കും. റിസീവറെ വെക്കുന്നതോടുകൂടി എന്തായി, ഭരണം ഇവരെ ഇച്ചക്കൊത്തി മാറും. അപ്പോൾ ഭൂരിപക്ഷ ജനാധിപത്യ രീതിക്കെതിരാണല്ലോ അത് മിക്കവാറും വരുന്നത് ഒരു സുന്യേതരനും ആയിരിക്കും. അതാണ് അതിലേറ്റവും വലിയ വിഷയം. അപ്പോൾ അങ്ങനെ വരുന്നു എന്നതാണ് ഞങ്ങളൊരു വിഷയമുള്ളത്. പിന്നെ ഇവർ ഇലക്ഷൻ നടത്താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവിടെ പ്രദേശത്തൊരു ഭരണഘടനയുണ്ടാവും. അവിടെ മെമ്പർഷിപ്പ് കിട്ടാൻ ചില കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനുകളിലൊന്നും ഇവർ നോക്കാതെ കാറ്റിൽ പറപ്പിച്ചിട്ട് ആ പ്രദേശത്ത് ആരൊക്കെയുണ്ടോ, ഈവൻ വെള്ളിയാഴ്ച പള്ളി വരാത്തവരടക്കം ഇവരെന്താക്കും, അതിൽ മെമ്പറാക്കും. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ എന്തൊക്കെ കുതന്ത്രങ്ങളുണ്ടോ അത് മുഴുവൻ ഇവർ ചെയ്യുമെന്നതാണ്. മഹല്ല് കമ്മിറ്റികളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വഖഫ് ബോർഡ് മെമ്പർമാർ മുഖേന ഇവർ ഇടപെടുന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ വിശദീകരിക്കുന്നത്. ഇതിൽ പറയുന്ന ഇവർ ആരാണ് എന്നല്ലേ? ഇവർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഒന്ന് ഈ സുന്നി എന്ന് പറയുമോൽക്ക്. ഈ സുന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുന്നിയാണ്, ഒരു ഈ സുന്നിയാണ്. 2 നേതാക്കന്മാർ ആദ്യത്തെ അക്ഷരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ആ സുന്നികളെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുള്ളവരാണ് അവർ. ഏതാണ് ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പൊളിമിക്സിനറിയാം. മുസ്ലിം ലീഗ്.
സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇവരിത് മാത്രമല്ല, ഞങ്ങൾ 7 പ്രവർത്തകന്മാർ ഇവർ കൊന്നിട്ടുണ്ട്. 7 ആളെ കൊന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ? ഒന്ന് കുണ്ടൂരിലെ വലിയായ കുണ്ടൂർ ഉസ്താദിൻ്റെ മകൻ, എന്തായിരുന്നു പേര്? കുഞ്ഞു. ആദ്യവർക്ക് നടത്തിയ കൊലയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്താ? നമ്മൾ അബ്ദുൽ ഖാദർ, അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ നിഷ്ഠൂരം കൊന്നു. ആ അമ്പി തലക്കടിച്ചിട്ടാ കൊന്നത്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു മുസ്ലിമിനെ ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടി കൊന്നാൽ നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. എന്താ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്മാരെ എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞറിയോ? നിന്റെ തലയും ഞങ്ങളെ കൊടി നാട്ടുമെടാന്നാ. മനസ്സിലായില്ലേ? ഞങ്ങളെ കൊടി നാട്ടുമെന്നാ പറഞ്ഞത്. അതിൻ്റെ ശേഷം പിന്നെയും കൊല നടന്നു. നമ്മുടെ മണ്ണാർക്കാട്ടെ 2 ആള്, അംസ നൂറുദ്ദീൻ മർക്കസ് ആർട്സ് കോളേജ് എൻ്റെ ശിഷ്യനാ. ഇറ്റനോൻ്റെ പത്രം കാണുമ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. ഞാൻ മർക്കസ് ആർട്സ് കോളേജിൽ പഠിച്ച നൂറുദ്ദീൻ എന്ന എൻ്റെ ശിഷ്യൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇത് ഞങ്ങൾ കണ്ട പ്രത്യേകത അറികൾ, മതേതര രാഷ്ട്രീയക്കാർ പിന്നെയും നല്ലവരാണ്, ഈ മതത്തിൻ്റെ പേരിലുള്ളവരാണ് കൂടുതൽ അനീതി പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങളുടെ അനുഭവം. മനസ്സിലായില്ലേ? മതേതര രാഷ്ട്രീയ കക്ഷികൾ എന്നാൽ മാർക്സിസ്റ്റുകാരും ചുരുക്കം ചില കോൺഗ്രസുകാരും. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെന്നാൽ മുസ്ലിം ലീഗുകാർ. അങ്ങനെയാവുമ്പോൾ സുന്നികൾ ഇക്കാര്യം സമരത്തിന് ഇറങ്ങും മുമ്പ് മുസ്ലിം ലീഗ് നേതാക്കളുമായി സംസാരിച്ചിരുന്നോ എന്തോ? അത് നിങ്ങൾ ഇപ്പം അങ്ങ് തിരിയണിച്ചാൽ തിരിയാന്നല്ലാതെ, മനസ്സിലായില്ലേ? അത് ആളുകൾക്ക് തിരിയും, ഞങ്ങൾ ആളുകൾക്കും തിരിയും, ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്കും തിരിയും. മനസ്സിലായില്ലേ? ഹിന്ദിയിലൊരു വാക്കുണ്ട്, സമജിദാർ കേലിയെ ഇഷാറ കാഫിയെ. ബുദ്ധിയുള്ളവന് സൂചന മാത്രം മതി. ഇപ്പോൾ ഒരാൾ പറയുകയാണ് വെച്ചോളി, തൊപ്പിട്ട കണ്ണടല്ല ഇങ്ങനെയൊക്കെ ഒരാൾ അറിഞ്ഞാൽ ഇസ്മായിൽ ഒഫൻ അല്ലേ? അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, അത് അത്ര തിരിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതിൽ നിൽക്കൂല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന അനീതി ഉണ്ടായോ ഞങ്ങൾ അതിനെതിരിൽ സമരമുറയുമായി മുന്നോട്ട് പോകും. ബുദ്ധിയുള്ളവർക്ക് സൂചന മതി എന്നാണ് നേതാവ് പറഞ്ഞത്. അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും ലീഗിൻ്റെ മുന്നണിക്കുമെതിരെ വോട്ട് ചെയ്യണം എന്ന് സുന്നികൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സൂചന മാത്രം മതി. തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു നിലപാടുമില്ല. ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന് സ്വന്തം ബുദ്ധിയുള്ളവരാണ് കാണുന്നവരൊക്കെ, അവരിഷ്ടം പോലെ ചെയ്തോളൂ. അങ്ങനെ മതി. അങ്ങനെ കാന്തപുരം ജമായത്തിൻ്റെ നയം വ്യക്തമായ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഒരുപാട് നയങ്ങൾ വ്യക്തമാവാനുണ്ട്. പശ്ചിമ ബംഗാളിലെ ചില ജില്ലകളിലും കൊല്ലം ജില്ലയിലെ ചില പഞ്ചായത്തുകളിലും മാത്രം കാണപ്പെടുന്ന ഒരു ഇടതു പാർട്ടിയുടെ രോദനമാണിനി. CPM കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ RSPയെ ചവിട്ടി പുറത്താക്കി. ഇപ്രാവശ്യം അവർ ഫോർവേഡ് ബ്ലോക്കിനെയും വീണ്ടും ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും സഹകരിച്ചു കൊള്ളുക എന്നാണ്. RSP ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് എന്നാണല്ലോ നമ്മളെല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ ഇടതുപക്ഷ സ്വഭാവം അവരിൽ വലിയ തോതിൽ ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് അവർക്ക് ഈ ജീർണതയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞത്. കാരണം RSP ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ UDFന് ജീർണത ബാധിച്ചിട്ടുണ്ട്, നല്ല ജീർണതയാണ്. പിന്നെ ആ ജീർണത കൂടി വരികയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ജീർണതയുടെ കൂടെ നിന്ന് ജീർണതയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഇടതുപക്ഷ മേന്മയായിട്ട് പറയാനേ കഴിയില്ല. CPMന്റെ കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത ഒരു സംസ്ഥാന നേതൃത്വമായി കേരളത്തിലെ CPM ഘടകം മാറിയിരിക്കുകയാണ്. സഖാവ് സീതാറാം യെച്ചൂരി ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് ഇത്തവണ കേരളത്തിൽ ഫോർവേഡ് ബ്ലോക്കിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന്. അല്ല, സീറ്റ് വിഭജനത്തിലൊക്കെ വിഷമിക്കാൻ തുടങ്ങിയാലും വല്ലാത്തൊരവസ്ഥയിലെത്തൂല്ലേ? കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുവെന്ന് RSPയിൽ മുന്നണി മാറിയപ്പോൾ പ്രഖ്യാപിച്ച കോവൂർ കുഞ്ഞുമോനെ പോലും സീറ്റ് നൽകി കൂടെ നിർത്തുവാൻ CPM തയ്യാറായിരിക്കുന്നു. കോവൂർ കുഞ്ഞുമോൻ അങ്ങനെ പോയതല്ല. കോവൂർ കുഞ്ഞുമോൻ ധീരമായ നിലപാട് സ്വീകരിച്ച് UDFന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് വന്നയാളാണ്. അത് ഒരു പാർട്ടിയിൽ ഒരാൾ നിൽക്കുമ്പോഴുള്ള വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കഴിയാവുന്നത്ര പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോകാൻ തന്നെ ശ്രമിക്കും. ആ നയം തിരുത്താൻ പാർട്ടിക്കകത്ത് ശ്രമിച്ചു നോക്കൂ. നയം തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
UDF ജീർണതയുടെ ഭാഗമായി RSP മാറുന്ന നിലയാണ് കൂടുതലായി വന്നുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ഏതായാലും ഞാൻ നിങ്ങളുടെ കൂടാരത്തിലില്ല എന്ന് പറഞ്ഞിട്ട് RSPയോടും UDFനോടും വിട പറഞ്ഞു വരുന്നത്. സഖാവ് വൈക്കം വിശ്വൻ തന്നെ അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് പറഞ്ഞ എന്താണ്? ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ സമരങ്ങളിലും സജീവമായി പങ്കെടുക്കാറുണ്ട്, ഞങ്ങൾ ആളെ കൂട്ടുന്നുണ്ട്, സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രക്ഷോഭണ സമരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. തുടർന്ന് ഉള്ള മറ്റ് സഹകരിക്കുന്ന കക്ഷികളെപ്പോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലാകെ സഹകരിക്കും. എന്നിട്ടും LDFനെ സഹായിക്കാൻ മാത്രമേ അനുവാദം ലഭിച്ചുള്ളൂ എന്നതിനാൽ ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിലെ രണ്ടാമത്തെ ഇടതുമുന്നണിയിൽ ചേരുകയാണ്. ഫോർവേഡ് ബ്ലോക്കിന് അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുവാൻ, അവരുടെ നിലനിൽപ്പിന് നമ്മുടെ സംസ്ഥാനത്ത് ഈ മുന്നണി സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദത്തോടും കൂടിയിട്ടാണ് ഫോർവേഡ് ബ്ലോക്ക് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. LDF ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തുടർ ഭരണത്തിനുള്ള അടിത്തറ ഇട്ടു കഴിഞ്ഞെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ഉദുമ സീറ്റിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി പരാജയം സമ്മതിച്ചു കൊടുത്തിരിക്കുക. ശ്രീ കെ സുധാകരൻ ജയിക്കും എന്നല്ല, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് ജയിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനിതാ ഇങ്ങനെയൊരു മറുവശവും ഉണ്ട് കേട്ടോ. മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന സുരേന്ദ്രനെ BJPയെ സഹായിക്കാൻ കോൺഗ്രസ് ധാരണയുണ്ടാക്കിയിരിക്കുകയാണ്. അതിന് പ്രത്യുപകാരമായി ഉദുമ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ സുധാകരനെ സഹായിക്കാൻ അവിടെ RSSകാർ ഇപ്പോൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പ്രചാരണത്തിന്റെ കാര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണ് എന്ന് മനസ്സിലായില്ലേ? വോട്ടിന്റെ കാര്യം അത് എണ്ണി നോക്കിയിട്ട് പറയാം. മീറ്റ് ദ പ്രസ് പരിപാടിക്കൊക്കെ വിളിച്ചാൽ പരമാവധി പോകും എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ഓർമ്മയില്ലേ? മീറ്റ് ദ പ്രസ്സൊക്കെ ചോദിച്ചാൽ സാധാരണ ഒരിക്കലും സൗകര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കാറില്ല, സൗകര്യമില്ലെങ്കിൽ പിന്നെ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ലക്ഷ്യം വെക്കുന്ന ഒരു സെറ്റ് ഉണ്ടാവുക എന്ന് വന്നാൽ അതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളൊരു ശങ്ക വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ആ ശങ്ക നിങ്ങളുടെ അടുത്ത് വ്യക്തമാക്കണമല്ലോ. ഇദ്ദേഹത്തെ 1-2 ദിവസമായി കാണാനില്ല എന്നാണ് മാധ്യമപ്രവർത്തകരുടെ പരാതി. 1-2 മുഖാമുഖങ്ങളൊക്കെ റദ്ദായത്രേ. അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി കാണും. അപ്പം കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് മറുപടി എന്നുള്ളതല്ലാതെ മുള്ളു കുടുങ്ങിയാൽ മാത്രമല്ല, ചില ചോദ്യങ്ങൾ കുടുങ്ങിയാലും തൊണ്ടയ്ക്ക് അസുഖം വരും എന്ന് നല്ല ബോധ്യമുള്ള ആളാണല്ലോ ഈ പറഞ്ഞത്. ഏതായാലും പൊളിമിക്സ് ഇന്നത്തേക്ക് ഇത് നിർത്തുകയാണ്. തൊണ്ടയിൽ മുള്ളോ ചോദ്യമോ കുടുങ്ങിയില്ലെങ്കിൽ നാളെ കാണാം. മുങ്ങില്ല ഉറപ്പ്.